നമ്മൾ ഇവിടെ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് രണ്ട് ടൈപ്പാണ് വരിക. ഒന്ന് ഇതിൽ ടി എം എയും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന്. അപ്പോൾ ടി എം എയിൽ നമുക്കൊരു 40% ആണ് എക്സാമിന് വരിക. 40% ആണ് എക്സാമിന് ഉണ്ടാവുക. ഇതിലാണെങ്കിൽ പബ്ലിക് എക്സാം ആണെങ്കിൽ നമുക്കൊരു 60% ആണ് പബ്ലിക് എക്സാമിന് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ചാപ്റ്ററൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചാൽ മതി. ചാപ്റ്റേഴ്സ് ഇത് വെച്ചിട്ട് ഇത് മാത്രം വെച്ച് പഠിച്ചാൽ മതി. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടോട്ടലായിട്ട് ടോട്ടലായിട്ട് നിങ്ങൾക്ക് എന്താണ് 80 മാർക്കാണ്. 80 മാർക്കിൽ ഇത് ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് 100 ആണ്. 100ൽ 20 മാർക്ക് അസൈൻമെൻറ്റും ബാക്കി 80 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ആ 80 മാർക്കിൽ 24 ആണ് നമ്മൾ ഇതൊന്ന് മേടിക്കുന്നത്. അപ്പോൾ ആ 24 മാർക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് നിന്നാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഈ ടോപ്പിക്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ലെസൺ ലെസൺ 13 എടുക്കാം. ഇത് പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മളൊരു പെൻ ടാബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം ആപ്ലിക്കേഷൻ റെക്കോർഡ് ആവാനായിട്ട് ആപ്ലിക്കേഷൻ വരാനായിട്ട് മുന്നേ നമുക്ക് തിയറി കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കാം. അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എടുക്കാനായിട്ട് നല്ലത്. നമുക്ക് വേണമെങ്കിൽ ആദ്യം ഫസ്റ്റിൽ നമുക്ക് ഇത് എടുക്കാം, ഡിമാൻഡ് എടുക്കാം. ലെസൺ 15 എടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ആണ്. ഓക്കെ.
ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ചാപ്റ്റർ ഡിമാൻഡ്. സോ എന്താ ഡിമാൻഡ് എന്നുള്ളത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡിമാൻഡ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. എന്താ പറയൂ, എന്താ ഡിമാൻഡ് പറഞ്ഞാല്? എന്താണ് ഡിമാൻഡ് പറഞ്ഞാല്? ഡിമാൻഡ് എന്ന് ഡിമാൻഡ് എന്ന് പറയുമ്പോ ഒരു കാര്യത്തിനുള്ള ഒരു ആവശ്യം. അതായത് ആ, നമുക്കൊരു ഡിസയർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിമാൻഡ് എന്നുള്ളത്. സോ ഡിമാൻഡ് ഈസ് ദ ഡിസയർ ദ പേഴ്സൺ ദ പേഴ്സൺ ഹാവ് വില്ലിംഗ് ടു ബൈ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുന്നു, അതെന്ത് ചെയ്യണം? അയാൾക്ക് അത് മേടിക്കാനുള്ള ഒരു താല്പര്യം. അപ്പൊ ആ ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ദ പേഴ്സൺ വില്ലിംഗ് ടു ബൈ ദ പർട്ടിക്കുലർ കമ്മോഡിറ്റി ഓർ ദ സർവീസസ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്നതാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെയിനായിട്ട് ഡിമാൻഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മളിതിൽ മീനിങ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഡിമാൻഡ് റെഫേഴ്സ് ടു എന്താണ്? ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റിയാണ് ഒരു കമ്മോഡിറ്റിയുടെ ഒരു തൂക്കാണ്. ദാറ്റ് എന്താണ്? കൺസ്യൂമർ വില്ലിംഗ് ടു ബൈ അറ്റ് എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് പീരീഡ് ഗിവൺ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സമയം കൊടുത്തിട്ടുണ്ടാവും, ആ സമയത്തിനുള്ളിൽ ആ വ്യക്തി വാങ്ങിക്കുന്ന ഒരു കമ്മോഡിറ്റി, ആ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കൺസ്യൂമർക്ക് വാങ്ങിക്കാനുള്ള ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കതിന് ഡിമാൻഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് ഐറ്റംസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിമാൻഡിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്ന് വെച്ചാൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് മേടിക്കുക, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ മേടിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ മേടിക്കുക? വെജിറ്റബിൾസ് വാങ്ങിക്കും, റൈസ് വാങ്ങിക്കും. വീട്ടിലേക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കുക്കിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഫിഷ് മേടിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ ഡിമാൻഡാണ്. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ് ഡിമാൻഡ് വരിക. പക്ഷെ ഇതിനൊക്കെ നമ്മളൊരു ഡ്യൂറേഷൻ കൊടുക്കും. ആ ഡ്യൂറേഷന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യേണ്ടത്? ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ കമ്മോഡിറ്റി എന്ത് ചെയ്യേണ്ടത്? വാങ്ങിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗിവൻ പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ആ ഗിവൻ പീരീഡ് ഓഫ് ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഈ കാര്യം എന്ത് ചെയ്യണം? വാങ്ങിച്ചിരിക്കണം. സോ സോ ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്? ഡിമാൻഡ്. ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ അടുത്ത രണ്ടുപേരും ക്ലിയർ അല്ലേ? ഫബിന, ഫബിന, യാസ്മിൻ ക്ലിയർ അല്ലേ പറഞ്ഞത്? അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. യെസ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകണം എന്താ വെച്ചാൽ, ഡിമാൻഡിന്റെ പ്രധാനമായിട്ട് രണ്ട് എലമെന്റ് ഉള്ളത്. ഒന്ന് ഡിമാൻഡിന്റെ ക്വാണ്ടിറ്റി. ഡിമാൻഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ക്വാണ്ടിറ്റി. രണ്ടാമത്തെ എലമെന്റ് ആണ് പ്രൈസ്. ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ഡിമാൻഡ് ഈസ് ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ആൻഡ് സെക്കൻഡ് എലമെന്റ് ഓഫ് ഡിമാൻഡ് ഈസ് എന്താണ്? ക്വാണ്ടിറ്റി ആണ്. കാരണം നമ്മൾ വില കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ച് റിട്ടേൺ ആയിട്ട് തൂക്കം കിട്ടുന്നു. നോർമലി ഉള്ള കാര്യമാണ്. നമ്മൾ എന്തൊരു ഐറ്റം മേടിക്കുമ്പോഴാലും പ്രൈസും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തും ഉണ്ടാവും? ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ പ്രൈസും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിമാൻഡിന്റെ എന്താണ്? ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണ്. ഓക്കെ. അതിൽ ജസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നേരത്തെ ആ ഡെഫിനിഷനിൽ ഒന്നും കൂടി ഡെഫിനിഷനിൽ തന്നെ എലമെന്റ് കിടക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി ഉണ്ട്, പ്രൈസ് ഉണ്ട്, then എന്തുണ്ട്? ഗിവൺ പീരീഡ് ഓഫ് ടൈമും ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് എന്തിന്റെ എലമെന്റ് ആയിട്ട് വരുന്നത്? ഡിമാൻഡിന്റെ എലമെന്റ് ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഗിവൺ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് മേ ബി ഇറ്റ് കുഡ് ബി എന്തായിരിക്കാം? ഒരു ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീക്ക് ആയിരിക്കാം, ഒരു മന്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇയർ ആയിരിക്കാം, ഓർ മെനി മോർ ഇയേഴ്സ് ആയിരിക്കാം. ഇപ്പൊ നമ്മൾ ജോലി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല വീട് വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങിക്കുക എന്നുള്ളത്. സോ അതെന്താ? ഇറ്റ് മേ ബി ഇൻ വീക്ക് അല്ല, ഇറ്റ് മേ ബി ഇൻ ഇയർ ആയിരിക്കും. അല്ലെങ്കിൽ ഇയർ നമ്മൾ ഓരോ വർഷങ്ങൾ നമ്മൾ ആഗ്രഹങ്ങൾ കൂടി വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഒരു കാറ് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഒരു വീക്ക് ആയിരിക്കില്ല. ഇറ്റ് മേ നോട്ട് ബി എ വീക്ക്. ഇറ്റ് ടേക്ക് ഇയർ ഓഫ് ടൈം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും കാർ വാങ്ങിക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഗിവൻ പീരീഡ് ഓഫ് ടൈം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ പറഞ്ഞ മൂന്ന് എലമെന്റ് വെച്ചിട്ടാണ് നമ്മളൊരു ഡിമാൻഡ് എന്ത് ചെയ്യാം? ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ.
സോ നമുക്കിവിടെ പഠിക്കാനുള്ള അടുത്ത കാര്യമാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്. ഇപ്പം എനിക്ക് മാത്രമുള്ള ഒരു ഡിമാൻഡ് വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. സോ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു മാർക്കറ്റിലല്ല, പുറത്ത് ഒരു സ്ഥലം വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സർവീസ് എൻ്റെ കാര്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സർവീസിൻ്റെ കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. സോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താ പറയുക, ഇൻഡിവിജ്വൽ ഡിമാൻഡ് റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി കമ്മോഡിറ്റി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ വില്ലിംഗ് ടു ബൈ. ഒരു ബയ്യർ ഉണ്ടാവും അവിടെ, അയാൾക്ക് അത് മേടിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടോ, അത് ഗിവൻ പീരീഡ് ഓഫ് ടൈം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡിന്റെ കൂടെ അവിടെ എന്താക്കുക, ഇൻഡിവിജ്വൽ എന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ക്ലിയർ ആയി. ഓക്കെ. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അക്ഷയ് ഇസ് ദ പേഴ്സൺ ഡിമാൻഡ് ഫോർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു താല്പര്യമാണ്. അല്ലെ, അക്ഷയ് ദ പേഴ്സൺ ടു ബൈ ദ ഐഫോൺ എന്ന് പറഞ്ഞാൽ അയാളുടെ മാത്രം ഡിമാൻഡാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഡിമാൻഡ് വിളിക്കാൻ പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഇനി അക്ഷയുടെ പോലെ തന്നെ ഇഷ്ടംപോലെ വേറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിള് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഫോൺ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി പോയിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, എല്ലാ വ്യക്തികളുടെയും മൊത്തത്തിൽ പറയുന്ന ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ. സോ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ് മീൻസ് എന്താണ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ഓൾ ബയേഴ്സ്, എല്ലാ വ്യക്തികളുടെയും ഡിമാൻഡ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സമ്മാക്കി കഴിഞ്ഞാൽ അതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, രണ്ടുപേർക്കും ക്ലിയർ ആണെങ്കിൽ രണ്ടുപേരും ക്ലിയർ ആണെന്ന് പറയാം കേട്ടോ. അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞാലും മതി, ക്ലിയർ കമന്റിൽ ആണ്. എസ് എന്ന് പറഞ്ഞാലും മതി, കമന്റിൽ എസ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ബേസിക് ആയുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ നമ്മൾ ഡിമാൻഡിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലബ് ചെയ്ത് കയറി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. So now we are going to discuss about price of the factors affecting individual demand. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ, അതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ തീരുമാനിക്കുന്ന ഘടകം, ഒന്നാമത്തെ ഘടകമായിരിക്കും എന്ത്, പ്രൈസ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് സാധനം മേടിക്കാൻ പോകുമ്പോൾ ഇതിന്റെ വില എന്താണെന്ന് ചോദിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വാങ്ങിക്കുള്ളൂ. ആണോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡാണ്, എന്താണ് വില എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നോർമൽ ആയിട്ടുള്ള ഒരാൾ 150 റുപ്യ പറയാം, നമ്മൾ എന്താ ചോദിക്കുക, ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മളവിടെ എന്തിന്റെ മേലെയാണ് ഡിമാൻഡ് അഫക്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്, അല്ല എന്ത് ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഡിമാൻഡ് അഫക്ട് ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താ, ഞങ്ങൾക്ക് ഈ സാധനം മേടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വില കുറച്ച് തരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കുകയാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ഘടകമാണ് എന്ത്, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. സോ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റിയും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അല്ലാതെ ഒരു കടയിൽ പോയിട്ട് നമ്മൾ വില കുറച്ചു എന്ന് പറഞ്ഞ രീതിയിലേക്കല്ല നമ്മൾ ഇതിനെ പഠിക്കേണ്ടത്. ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ റിലേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ, എന്താണ് ഡിമാൻഡും വിലയും തമ്മിലുള്ള ബന്ധം? പറയൂ, ചോദ്യം മനസ്സിലായോ? വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ price of the commodity and the quantity demanded? Price of the commodity and quantity demand. എന്താണ് വിലയും ക്വാണ്ടിറ്റിയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം? നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക, അറിയില്ല എന്ന് നോ എന്ന്. സർ, യെസ്. ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയും. അതേമാതിരി ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ്
കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. കറക്റ്റ് ആണ് താൻ പറഞ്ഞത്. അപ്പോൾ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. കാരണം വില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കുറയുന്നു. വില കൂടുമ്പോൾ നമ്മൾ സാധനം കൂടുതൽ മേടിക്കില്ല, നമ്മൾ സാധനം കുറച്ചിട്ടേ മേടിക്കുള്ളൂ. അതേപോലെ തന്നെ വില കുറയുമ്പോൾ എന്ത് ചെയ്യും? വില കുറയുമ്പോൾ നമ്മൾ സാധനങ്ങൾ കൂടുതൽ മേടിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിളിന് നമ്മൾ 100 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ 1 കിലോ ആയിരിക്കും. അത് 200 രൂപ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും 1 കിലോ മേടിക്കുക ഇല്ല? നമ്മൾ എന്താ ചെയ്യുള്ളൂ? നമ്മളത് നമ്മളത് അരക്കിലോനായിട്ട് മേടിക്കും. കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മളതിൽ 100 രൂപയാകെ വരുമാനമുള്ളൂ. അപ്പോൾ 100 രൂപയ്ക്ക് കിട്ടുന്ന എന്താണ് നമ്മൾ മേടിക്കുള്ളൂ. കാരണം ആദ്യത്തെ വില എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു, 1 കിലോ കിട്ടിയിരുന്നു. രണ്ടാമത് നമ്മൾക്ക് വില എന്ന് പറയുന്നത് 200 രൂപയായപ്പോൾ നമ്മൾ അഗെയിൻ എന്ത് ചെയ്യണില്ല? നമ്മളെ കൺസംഷൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? നമ്മളെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരു 100 രൂപയ്ക്ക് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും? മേടിക്കും. അപ്പോൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. കാരണം വില കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കുറയുന്നു. അതുപോലെ തന്നെ വില കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ഡിപ്പെൻഡഡും ആരാണ് ഇൻഡിപെൻഡഡും? ഇവിടെ ആരാണ് ഡിപ്പെൻഡന്റ് ഫാക്ടർ, ആരാണ് ഇൻഡിപെൻഡന്റ് ഫാക്ടർ? ആരാണ് ഡിപ്പെൻഡഡും ആരാണ് ഇൻഡിപെൻഡന്റും? ആരാണ് ഡിപ്പെൻഡന്റ് ആരാണ് ഇൻഡിപെൻഡന്റ്? പറ. അറിയോ? അപ്പോ അറിയോ? ഹലോ ആ പറയൂ. ഹലോ പറയൂ. ഡിപ്പെൻഡന്റ് ഫാക്ടർ ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റിയോ? ആ അതെ. പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്. കാരണം ഡിമാൻഡ് ഇൻഡിപെൻഡന്റ്. ആണ് വിലയെ എന്ത് ചെയ്യുന്നത്? ആശ്രയിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡന്റ് ഫാക്ടറും, പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ഫാക്ടറുമാണ്. വിലയാണ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. വില കൂടുമ്പോൾ നമ്മൾ ഡിമാൻഡ് കുറയ്ക്കുന്നു, വില കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അല്ലാതെ ഡിമാൻഡ് കൂടിയ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? വില കുറയുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നില്ല. പ്രൈസിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. അടുത്താണ് പ്രൈസ് ഓഫ് എന്താണ്? റിലേറ്റഡ് ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡിന്റെ എക്സാമ്പിൾ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ആൻഡ് കോഫി. അപ്പോൾ നമ്മൾ ടീ ആൻഡ് കോഫിയാണ്, അതായത് ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളൊരു കൺസംഷൻ്റെ കാര്യം ലെവൽ എടുത്ത് നോക്കുമ്പോൾ ആ കൺസംഷൻ ലെവൽ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിൽ ടീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കോഫി ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ടീ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കും? ഇവിടെ കോഫി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് എന്ത്? പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ആളുകൾ എന്ത് ചെയ്യുന്നു? കോഫി ഉണ്ട്, ടീ ഉണ്ട്. പക്ഷെ അവിടുത്തെ ആളുകൾ കോഫി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്യാം. രണ്ടുപേർക്കും അത് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പക്ഷെ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു? കോഫി മാത്രം ഉപയോഗിക്കുന്നു, ടീ എന്ത് ചെയ്യുന്നില്ല? ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. അപ്പോൾ ഇതിന്റെ കണക്ഷൻ എന്താണെന്നുള്ള കാര്യം പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അവിടെ ആളുകൾ കോഫി ഉപയോഗിക്കുന്നു, എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ ടീ ഉപയോഗിക്കാത്തത്? അപ്പോൾ ഈ ഒരു കണക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ എലമെന്റ് പഠിച്ചു. ദാറ്റ് ഇസ് എന്താണ്? പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് അല്ല, രണ്ടാമത്തെ ഫാക്ടർ പഠിച്ചു. അപ്പോൾ ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ കോഫി ഉപയോഗിക്കുന്നു, എന്തുകൊണ്ടാണ് ആളുകൾ കുറഞ്ഞിട്ട് ടീ ഉപയോഗിക്കുന്നത്? പറയും. പറയും. എന്തുകൊണ്ടായിരിക്കും? ക്വസ്റ്റ്യൻ എന്തായിരുന്നു സാറേ? ഏ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ആളുകൾ കൂടുതലായിട്ട് കോഫി ഉപയോഗിക്കുന്നു. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇപ്പൊ നിങ്ങൾ താല്പര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഫി കുടിക്കാം, അല്ലെങ്കിൽ ടീ കുടിക്കാം. രണ്ടും ഒരേ ഇതാണല്ലോ, രണ്ടും ഒരേ എഫക്റ്റ് ആണ്. നമുക്ക് ടീ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? കോഫി കുടിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ?
ആണല്ലേ? അപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയുള്ള നിങ്ങൾ കണ്ട കാര്യം, അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? കോഫി കുടിക്കുന്നു, പക്ഷെ ടീ എന്ത് ചെയ്യുന്നില്ല? ടീ കുടിക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ കാരണം? അവിടുത്തെ ടീന്റെ ഡിമാൻഡ് കുറവായത് കാരണം. അത് ഓക്കെ, അത് നമുക്ക് പറയാം. കാരണം എന്താണ്, അവിടെ കോഫിക്ക് ഡിമാൻഡ്, അതുപോലെ തന്നെ ടീക്ക് എന്നല്ല ഡിമാൻഡ്. അത് ഞാനിപ്പോൾ അത് തന്നെയാണ് അത് എന്ത് ചെയ്തല്ലേ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു, ആളുകൾ ടീ കുടിക്കുന്നു, അതിൻ്റെ അർത്ഥം കോഫി കുടിക്കുന്നു, അതിൻ്റെ അർത്ഥം കോഫിക്ക് ഡിമാൻഡും അതുപോലെ തന്നെ എന്താണ് ടീക്ക് ഡിമാൻഡ് കുറവും എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഇരുപത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് ആളുകൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടിനും അവൈലബിലിറ്റിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. രണ്ടും നമുക്ക് കിട്ടും. പക്ഷെ ആളുകൾ എന്ത് ചെയ്യണില്ല അവിടെ? കോഫി മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, എന്ത് ഉപയോഗിക്കണില്ല? ടീ ഉപയോഗിക്കുന്നില്ല. നമുക്ക് രണ്ടും എടുക്കാം, രണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൺസംഷൻ ചെയ്യാം. പക്ഷെ ആളുകൾ അവിടെ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ അവിടെ പ്രിഫർ ചെയ്യുന്ന കാര്യം കോഫി മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, കുടിക്കുന്നുള്ളൂ, പകരം എന്ത് ചെയ്യുന്നില്ല, ടീ കുടിക്കുന്നില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? അതിന്റെ കാരണം എന്തോ ഉം? അതായത് അവിടെയുള്ള കോഫിക്ക് എന്തായിരിക്കും, വില കുറവായിരിക്കും. കോഫിക്ക് വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കോഫി ഡിമാൻഡ് കൂടും. അപ്പോൾ ടീക്ക് അവിടെ എന്തില്ല? ടീക്ക് അവിടെ ഡിമാൻഡ് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം ടീയുടെ വില കൂടുതലാണ്. അപ്പോൾ ടീക്ക് വില കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ടീയുടെ ഡിമാൻഡ് കുറയും. ഇനി നിങ്ങൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയ സമയത്ത് അവിടെ ആൾക്കാർ കോഫിക്ക് പകരം ടീ ആണ് കുടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോഫിക്ക് പകരം അവിടെ എന്ത് ചെയ്യുക, ടീ ആണ് കുടിക്കുന്നത്. അവിടെ ആൾക്കാർ എല്ലാവരും ടീ ആണ് കൺസംഷൻ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും അവിടെ? അപ്പൊ അവിടെ കോഫിക്ക് എന്തായിരിക്കും വില കൂടുതലും, ടീക്ക് എന്തായിരിക്കും വില കുറവായിരിക്കും. അപ്പൊ എവിടെയാണോ വില കുറയുന്നത് അതിനെന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. എവിടെയാണോ വില കൂടുന്നത് അതിനെന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. അപ്പൊ ഈ ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഒന്നിന് പകരം മറ്റൊന്നാക്കുക, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. അപ്പൊ നമുക്ക് ചെരുപ്പില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷൂ ഉപയോഗിക്കാം. ചെരുപ്പിന് വില കൂടുതലാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആളുകൾ ഷൂ മേടിക്കും. ഷൂവിന് ഡിമാൻഡ് കൂടും. കാരണം എന്തുകൊണ്ടാണ്? ഷൂവിന്റെ എന്താണ് പ്രൈസ് കുറവായ കാരണം കൊണ്ട്. മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. രണ്ടും ഒരേ ഗുഡാണ്, രണ്ടിന്റെ വിലയിൽ വരുന്ന മാറ്റം. അപ്പോൾ കോഫിക്ക് നമുക്ക് വില കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഡിമാൻഡ് കുറയ്ക്കുന്നത് നമ്മൾ ടീയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കാര്യത്തിന് വില കൂടുന്തോറും നമ്മളെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫാക്റ്റാണ് എന്ത്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. ക്ലിയർ ആയില്ലേ ഈ രണ്ടാമത്തെ കൺസെപ്റ്റ്? രണ്ടാമത്തെ കൺസെപ്റ്റ് ക്ലിയർ ക്ലിയർ ആയിട്ടുണ്ട് ആയില്ലേ? sir. ഓക്കെ. അപ്പൊ ഇതാണ് ഒന്നാമത്തേന്ന് പറഞ്ഞ പ്രൈസ് ഓഫ് കമ്മോഡിറ്റിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് ആണ്. ഇനി അടുത്താണ് ഇൻകം ആണ്. ഇൻകം ഓഫ് ദി കമ്മോഡിറ്റി. സോ ഇൻകം ഓഫ് ദി കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആണ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയും. അത്രേ വ്യത്യാസമുള്ളൂ. സോ ഇൻകവും ഡിമാൻഡ് തമ്മിൽ എന്താ ബന്ധം? ദാറ്റ് ഈസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഡിമാൻഡ് നെഗറ്റീവ്, ഇൻകം പോസിറ്റീവ്. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്, റിലേഷനാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നുണ്ട്, ഒരേ ഡയറക്ഷൻ തന്നെയാണ്. ബോത്ത് ആർ മൂവിന് എന്താണ്, സെയിം ഡയറക്ഷൻ. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി അടുത്ത കേസ് എന്താണ് പറഞ്ഞത്? അടുത്ത കേസിൽ എന്താ പറഞ്ഞത്? ഇൻകം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കുറയുന്നു. അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെയാണ്. കാരണം അവിടെ ഒന്ന് കൂടുമ്പോൾ രണ്ടും കൂടുന്നു, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. അതായത് ഏതാണ്, ഇൻകം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടുന്നു, ഇൻകം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കുറയുന്നു. ക്ലിയർ അല്ലേ? അടുത്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി ബയർ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ താല്പര്യം, മേടിക്കാനുള്ള താല്പര്യം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി ബയർ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുന്തോറും ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കുറയും തോറും എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ത് ചെയ്യും, നമ്മളത് പോയിട്ട് മേടിക്കും, അല്ലേ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഡിമാൻഡ് കൂട്ടേ ചെയ്യുള്ളൂ. നമ്മളത് ഒരിക്കലും എന്ത് ചെയ്യില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു വലിയൊരു താല്പര്യമായിരുന്നു എന്താ, ജോലി കിട്ടി കഴിഞ്ഞാൽ ഐഫോൺ എടുക്കണം എന്നുള്ളൊരു കാര്യം. ജോലി കിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിയിലെ കാര്യങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം, ഐഫോൺ എടുക്കണം എന്നുള്ള വലിയൊരു താല്പര്യമായിരുന്നു. വൺസ് ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് മേടിക്കും. കാരണം എന്താ? ബിക്കോസ് അവർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിപ്പെൻഡ് ഓൺ എന്താണ്, ഡിപ്പെൻഡ് ഓൺ ദ
ഡിപ്പെൻഡ് ഓൺ അവർ ജോബ്. എൻ്റെ ജോബിൻ്റെ ബേസ് ആയിരുന്നു എനിക്ക് ഐഫോൺ എടുക്കുക എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ലാപ്പ് എടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതെന്താണ്, ദാറ്റ് ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുന്തോറും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുന്തോറും ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുന്തോറും ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കുറയുന്തോറും ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്തു? വായിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിലുണ്ടാവുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഓക്കെ പറയാനുള്ള സർ. കാര്യം, സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാമ്പിളാണ് ടീ ആൻഡ് കോഫി, ഷൂ ആൻഡ് ചപ്പല് ട്ടാ. പിന്നെ നമ്മൾ വേണമെങ്കിൽ പറയാം ബസ് ആൻഡ് ട്രെയിന്. ബസ് ആൻഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൂട്ടുകളാണ്, ബട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ബസ്സിലും പോവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ട്രെയിനിലും പോവാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ ട്രെയിനും എന്ത് ചെയ്യണം, ബസ്സും ഒരേപോലെ പോകണം കേട്ടോ. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരം ടു ട്രിവാൻഡ്രം, മലപ്പുറം ടു ട്രിവാൻഡ്രം പോകണമെങ്കിൽ നമുക്ക് ട്രെയിനിലും പോവാം, ഇതിലും പോവാം, ബസ്സിലും പോവാം. അപ്പോൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് സർവീസ് ആണ്. ഓക്കെ. അടുത്താണ് കോംപ്ലിമെന്ററി. ഈ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. ഒരു മെയിൻ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സബായുള്ള ഗുഡ് ഉപയോഗിക്കുക. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റും. അപ്പം നമുക്കൊരു ഒരു ഫൈനൽ പ്രൊഡക്റ്റ്. ഇപ്പോൾ ഇതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഉപയോഗം നടക്കണമെങ്കിൽ, ഇത് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗുഡും കൂടി ഇതിന്റെ കൂടെ ആഡ് ആക്കണം. ഈ ഗുഡും കൂടി ഇതിന്റെ കൂടെ ആഡ് ആക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ്. അപ്പോൾ നമ്മൾ ഈ ഗുഡ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ ഗുഡ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഗുഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിന് എക്സാമ്പിൾ പറയാൻ പറ്റും, കോംപ്ലിമെന്ററി ഗുഡിന് എക്സാമ്പിൾ. നമുക്ക് മലപ്പുറത്തിന് തിരുവനന്തപുരം വരെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബസ്സും യൂസ് ചെയ്യാം, അതേമാതിരി ട്രെയിനും യൂസ് ചെയ്യാം. അപ്പൊ അല്ല, ഇത് അത് രണ്ടും കോംപ്ലിമെന്ററി അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആവും അല്ലേ? ഉം. കോംപ്ലിമെന്ററി. ഇതാണ് എൻ്റെ ഫൈനൽ ഗുഡ്. ഇതെനിക്ക് ഉപയോഗിക്കണം. ഈ ഒരു ഗുഡ് എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഗുഡ് ചെന്ന് വാങ്ങിക്കണം. ഈ ഗുഡ് എനിക്ക് വാങ്ങിക്കണം. ഈ ഗുഡ് വാങ്ങിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഗുഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓ. ആ. അപ്പൊ ഇതില് മെയിൻ ഗുഡ് ഏതാ? മെയിൻ ഗുഡ് ഇതായിരിക്കും. ഇതാണ് എൻ്റെ സബ് ഗുഡ്. അപ്പൊ രണ്ടും ഒരേ യൂസേജ് ആ. ആണ്. ആ. എന്ന് പറയും. ഒരു എക്സ്ക്യൂസ് മീ, ബട്ട് ഒരു സിഗരറ്റ്. അയ്യോ, അതിക്ക് വലുത്. അത് അസാഡസ് ഗുഡാണ്. അതിന്റെ കൺസംഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പറ. നമ്മൾ നോർമലി വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. നമുക്കൊരു കാര്യം എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പെന്ന് വേണം അല്ലേ? ആ പെന്നിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെന്ററി ആയിട്ട് എന്താ? ബുക്ക്. പെന്നിൽ ഉപയോഗിക്കുന്ന കോംപ്ലിമെന്ററി ഐറ്റം. പെന്ന് എഴുതണമെങ്കിൽ ബുക്ക് ഉണ്ടായാൽ മതിയോ? പെണ്ണ് ഉപയോഗിക്കണമെങ്കിൽ പെന്നിന്റെ റേറ്റ് വെച്ച് പറയും, പെന്നിന്റെ കൺസംഷൻ വെച്ച് പറയും. ഇങ്ക് വേണം. ഇങ്ക് വേണം. അപ്പൊ അതാണ് കോംപ്ലിമെന്ററി പറഞ്ഞാല്. അതായത് ഒരു മെയിൻ പ്രൊഡക്റ്റ് എന്താണ്? പെന്നാണ്. മെയിൻ ആ. പ്രൊഡക്റ്റ് പെന്നാണ്. അപ്പൊ അതിന്റെ ഉം. കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാ? കോംപ്ലിമെന്ററി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ക്. അതേപോലെ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് കാർ വേണം. ഉം. അപ്പോൾ ആ കാറ് ഓടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തിനും അല്ല, ഏഹ് അല്ല, പെട്രോൾ പ്രൊഡക്റ്റ് അടിക്കണം. നമ്മൾ ഫൈനലാണ്. പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അതിന് നമ്മൾ സബ്സിഡിയറി പാർട്ടൊന്നും അപ്പൊ എടുക്കണില്ല. എഞ്ചിൻ വേണം. ഏഹ് എഞ്ചിൻ വേണം. അല്ല, പ്രൊഡക്റ്റ് ആയല്ലോ. കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ. കയ്യിലുണ്ട്. പിന്നെ അതിൽ എഞ്ചിനും ഉം. ഇതൊക്കെ പെട്ടില്ലേ? അപ്പൊ ആ. കാർ എന്ന് പറഞ്ഞ ഫൈനൽ അപ്പൊ ഗുഡാണ്. ഫ്യൂവൽ വേണം. ഏഹ് ഫ്യൂവൽ വേണം. ഫ്യൂവൽ ഫ്യൂവൽ വേണം. ഇലക്ട്രിക്കൽ കാറാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ചാർജ് ചെയ്യണം അല്ലേ? ചാർജ് ചെയ്യണം. അപ്പോൾ അതാണ് കോംപ്ലിമെന്ററി ഉം. പറഞ്ഞത്. ഒരു മെയിൻ ഗുഡിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറൊരു ഗുഡ് എന്ത് ചെയ്യുക? അതിന്റെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുക. അതിനെ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തന്നെ പ്രൈസ് റിലേറ്റഡ് ഗുഡിൽ നമ്മൾ രണ്ടെണ്ണം പഠിച്ചില്ല. ഏതൊക്കെയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും അതുപോലെ തന്നെ എന്താണ്? കോംപ്ലിമെന്ററി ഗുഡും. പിന്നെ അതുപോലെ തന്നെ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞു. ഇൻകം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഇൻകം കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കുറയുന്നു. ഓക്കെ.
അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്, രണ്ടും പോസിറ്റീവ് റിലേഷൻ ആണ്. ഇനി ടേസ്റ്റും പ്രിഫറൻസും പോസിറ്റീവ് തന്നെയാണ്, കാരണം ടേസ്റ്റും പ്രിഫറൻസ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു, ടേസ്റ്റ് പ്രിഫറൻസ് കൂടുന്തോറും ഡിമാൻഡ് കൂടുന്നു, ടേസ്റ്റ് പ്രിഫറൻസ് ഡിമാൻഡ് കുറയുന്തോറും ഡിമാൻഡ് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ ഇത് വായിച്ചു നോക്കട്ടെ, ഞാൻ അയച്ചു തരാം. കുറയും. ഞാൻ നോട്ട് വേറെ സെപ്പറേറ്റ് തരാം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ഇനി അടുത്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് പഠിച്ചു, ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ച്. ഇതേപോലെ മാർക്കറ്റ് ഡിമാൻഡിനും ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ ആണ് എന്ത്, നമ്പർ ഓഫ് ബയർ ഇൻ ദ മാർക്കറ്റ്. നമ്പർ ഓഫ് ബയർ ഇൻ ദ മാർക്കറ്റ്, നമ്പർ ഓഫ് ബയർ ഇൻ ദ മാർക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ ബയേഴ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ, ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. മാർക്കറ്റിൽ ബയേഴ്സ് ഇല്ല, ഡിമാൻഡ് ഉണ്ടാവുമോ? ഇല്ല. മാർക്കറ്റിൽ ബയേഴ്സ് ഇല്ല, ഡിമാൻഡ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് കടകളുണ്ട്, ഇപ്പൊ പെരുന്നാളിന്റെ ടൈമാണ് അല്ലെ, പെരുന്നാളിന്റെ ടൈമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെൻസ് ഷോറൂം ഓപ്പൺ ചെയ്യുന്ന ഒരു സമയം, അല്ലെങ്കിൽ മെൻസ് ഷോറൂം വർക്ക് ചെയ്യുന്ന സമയമാണ്. കാരണം അപ്പോൾ അവിടെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയ ട്രെൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവച്ച കാര്യമുണ്ടോ, എന്താണ് നിലവിലുള്ള ട്രെൻഡ് എന്ത് ചെയ്യണം, അത് കൊണ്ടുപോയി കൊടുക്കണം. എന്നാലേ മാർക്കറ്റിൽ എന്തുണ്ടാവുള്ളൂ, ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ബയേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് മാർക്കറ്റിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്പർ ഓഫ് ബയേഴ്സ് മീൻസ് എന്താണ്, ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ദ മാർക്കറ്റ്. അത്ര പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളും അല്ല കേട്ടോ, ഈ സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആളുകൾ, ഈ സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ വരുന്ന ആളുകൾ. അപ്പോൾ മാർക്കറ്റിൽ എന്താണ്, ആൾക്കാർ മേടിക്കാനൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. മാർക്കറ്റിൽ മേടിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ മേടിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഓക്കെ. അതിനനുസരിച്ച് സപ്ലൈ എന്ത് ചെയ്യണം, അവിടെ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഓരോ ആ. ആൾക്കാരെ ഏജ് ബേസ് ചെയ്തിട്ടാണ്, മെയില് ഫീമെയില് ചിൽഡ്രൻസ് ആൻഡ് ഓൾഡ് പീപ്പിൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവര് മെയിൽ മാത്രം ഫോക്കസ് ചെയ്യും, കാരണം അവരുടെ ഒരു ടാർഗറ്റ് ആ മാർക്കറ്റ് മാത്രമായിരിക്കും. ചില ടീമുകാർ എന്ത് ചെയ്യുക, ഇപ്പോൾ വലിയ വലിയ ഷോറൂമുകളൊക്കെ ആണെങ്കിൽ അവർ മെൻസ് പോപ്പുലേഷൻ മാത്രം അവർ വെച്ചിരിക്കുമോ, ഇല്ല, അവരെന്ത് ചെയ്യും, 5 6 ഫ്ലോർ അല്ലെങ്കിൽ 2 3 ഫ്ലോറുകളുള്ള സ്ഥാപനമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൂടി കൊടുക്കും. കിഡ്സിന്റെ സെക്ഷൻ ഉണ്ടാവും, ജെൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലേഡീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രൈഡൽ ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സെക്ഷൻസും അവർ ഓപ്പൺ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, ബിക്കോസ് ദെയർ പോപ്പുലേഷൻ ഈസ് എന്താണ്, വൈഡ് ആണ്. അവരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ സെഗ്മെന്റേഷൻ ആണ്, ഓരോ ആളുകൾക്ക് ഓരോ സെഗ്മെന്റേഷൻ ആണ്. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് കേട്ടോ. ഓരോ ഓരോ ഷോപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓരോ സെല്ലേഴ്സിനും ഓരോ ആളുകളെ എന്ത് ചെയ്യും, സെഗ്മെന്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആ സെഗ്മെന്റേഷൻ ആണെന്ത്, നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞെങ്കിൽ. ഓക്കെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Yes. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകം കൂടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ഡിമാൻഡ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു വർഷത്തിൽ 1 കോടി രൂപ വരുമാനം. അപ്പം നമ്മളൊരു സാധാ സാധാ കാർ എടുക്കുമോ, അതോ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാർ എടുക്കുമോ? നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാർ എടുക്കും. കാരണം എന്താ, എനിക്ക് ഒരു വർഷത്തിൽ 1 കോടി രൂപ വരുമാനം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡിമാൻഡിന്റെ ആ റേറ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചേഞ്ച് ആക്കാൻ മാക്സിമം ശ്രമിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ എലമെന്റ് ആണ് എന്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അപ്പോൾ ഇൻകം കൂടുന്തോറും എന്ത് ചെയ്യുന്നു, നമ്മളെ റിച്ച്നെസ് കൂടും അല്ലെ, വരുമാനം വർദ്ധിക്കുന്തോറും നമ്മളുടെ ജീവിത നിലവാരം കൂടും. സ്വാഭാവികമായിട്ട് നമ്മുടെ ഡിമാൻഡിൽ എന്ത് വരും, മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ, അപ്പോൾ ഒരു ഷർട്ട് മേടിക്കുകയാണെങ്കിൽ അൺബ്രാൻഡഡ് ആയിട്ട് മേടിക്കില്ല, ബ്രാൻഡഡ് മാത്രമേ മേടിക്കുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്താണ്, ഇൻകം ആൻഡ് വെൽത്ത്. മാർക്കറ്റിലുള്ള ആളുകളുടെ ഇൻകവും അതുപോലെ തന്നെ എന്താണ്, വെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ സീസൺ ആൻഡ് വെതർ കണ്ടീഷൻസ്. സീസൺ ആൻഡ് വെതർ കണ്ടീഷൻസ് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം. ഇപ്പോൾ മഴക്കാലത്ത് ഐസ്ക്രീം നമ്മൾ വിറ്റ് പോവോ, ഇല്ല. എന്താ ചെയ്യുള്ളൂ, വേനൽക്കാലത്ത് മാത്രമേ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സീസൺ ആൻഡ് വെതർ കണ്ടീഷൻസ്. അപ്പോൾ 1 മിനിറ്റും കൂടി ഉള്ളൂ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കട്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഏവറേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൻ്റെ വീഡിയോ ജസ്റ്റ് അയച്ചു തരാം. ഇനി ബാക്കിയുള്ള കാര്യം ഗ്രൂപ്പിൽ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിലുള്ളത്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം.
അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചിട്ടുള്ളത്. മാർക്കറ്റ് ഡിമാൻഡിൽ 3 കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് നമ്പർ ഓഫ് ബയേഴ്സും, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്തും, ദെൻ സീസൺ ആൻഡ് വെതർ കണ്ടീഷൻസും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്